ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് തമിഴക വെற்றிക്കഴകം. റാലിക്കിടെ പോലീസ് ലാത്തിവീശിയെന്നും ദുരന്തത്തിന് തൊട്ടുമുമ്പ് കല്ലേറുണ്ടായെന്നും ടി.വി.കെ ആരോപിച്ചു. പ്രകോപനമുണ്ടാക്കുന്ന ഒന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ADGP പറഞ്ഞത്. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി.വി.കെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. 40 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ടി.വി.കെയുടെ ആരോപണം. റാലിക്കിടെ പോലീസ് ലാത്തിവീശിയെന്നും ദുരന്തം നടക്കുന്നതിന് തൊട്ടുമുൻപ് റാലിക്കുനേരെ കല്ലേറുണ്ടായെന്നും ടി.വി.കെ നേതാക്കൾ പറഞ്ഞു. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ടി.വി.കെ നൽകിയ ഹർജി ജസ്റ്റിസ് ദണ്ഡപാണി ഫയലിൽ സ്വീകരിച്ചു. നാളെ മധുര ബെഞ്ച് പരിഗണിച്ചേക്കും. പരിപാടിക്ക് പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് ടി.വി.കെ ജില്ലാ നേതൃത്വം മീഡിയ വണിനോട് പ്രതികരിച്ചു. സ്ത്രീകളും കുട്ടികളും പരിപാടിക്ക് വരുന്നതിനെ വിജയ് വിലക്കിയിരുന്നു. ആശുപത്രിയിലെ തിരക്ക് ഒഴിവാക്കാനാണ് വിജയ് മടങ്ങിയതെന്നും നേതാക്കൾ പറഞ്ഞു. വിജയ് ഉങ്ങൾ വന്ന இந்த பேஷண்ட்ஸிനെ എല്ലാം பார்க்கണ്ടயா? இப்போ பார்த்தா என்ன ஆகும்னு உங்களுக்கே தெரியும். இன்னும் க்ரௌட் அதிகமாகும். அதனால பிரஷர். തമിഴ്നാട് ADGP S. ഡേവിഡ്സന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ടൗൺ സ്റ്റേഷനിൽ അടിയന്തര യോഗം ചേർന്നു. പോലീസ് ലാത്തിവീശിയില്ലെന്നും പ്രകോപനമുണ്ടാക്കുന്ന ഒന്നും നടന്നിട്ടില്ല എന്നും ADGP പറഞ്ഞു. അതിനിടെ വിജയുടെ റാലി തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചില്ല. റാലിക്കിടെ പരിക്കേറ്റയാളാണ് കോടതിയെ സമീപിച്ചത്. മീഡിയ 1 കരൂർ.